ദ്വീപ് പോലെ കാണുന്ന സ്ഥലം എന്നാൽ ദ്വീപല്ല, കടലാണെന്ന് ചിന്തിക്കും. കടലുമല്ല, പിന്നെ ഇതെവിടെയാണ്? ഇതൊരു ഐലൻഡ്. അതെ, ശെന്തുരുണി, തെന്മലയുടെ സ്വന്തം അതിമനോഹരമായ അതിന്മലയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു അത്യപൂർവമായ കാഴ്ചയുടെ ലോകമൊരുക്കുന്ന സ്വന്തം ശെന്തുരുണി. അതെ, തെന്മലയുടെ ശെന്തുരുണി. ഈ പേരിൽ തന്നെ ഒരു വൈരുദ്ധ്യമില്ലേ? എന്തൊക്കെ പറഞ്ഞാലും അതിമനോഹരം. ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടുത്തെ അരുവിയും പുഴയും എല്ലാം കൂടെ കടലും എല്ലാം ഒന്നിച്ചാണോ എന്ന് തോന്നിപ്പോകുന്ന അത്യപൂർവ കാഴ്ചയും. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം വണ്ടർ ഡേയ്സിലേക്ക്. ഇതെന്റെ പുതിയ ടീഷർട്ട് ആൻഡ് പുതിയ പാൻറ്. തെന്മലയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വന്ന് ഈ സ്ഥലം കാണാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഐലൻഡിന് ഇവിടുത്തെ കാഴ്ചയ്ക്ക് മുൻപേ കൂട്ടി ഇതിനൊരു മൂല്യമുണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സ്ഥലത്തേക്ക് എത്താൻ ചെറിയൊരു പാസ്സൊക്കെ അവർ കരുതി വെച്ചത്. അല്ലാതെ നമ്മുടെ വണ്ടിയിൽ നമുക്കിവിടെ വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരുപക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ, നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നതിനൊക്കെ ചിലപ്പോൾ ഒരു വിലയില്ലാത്തതുപോലെ തോന്നും. എന്നാൽ നമ്മൾ അതിനൊരു വില കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാലോ, അതെ, ഈ കാഴ്ചയ്ക്കും നമ്മളൊരു വില കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മുടെ പയ്യൻ കൂളിംഗ് ഗ്ലാസ് വരുന്നതിനല്ല, നമ്മുടെ ശെന്തുരുണിക്ക്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ നിന്നാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ചെറിയ ചൂടൊക്കെ ഉണ്ട്, കാരണം വെയിൽ സമയമായിരുന്നു. ഇറങ്ങിയപ്പോഴേ ഒരു 10-11 മണിയായി. ട്രിപ്പ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലരുവി, തെന്മല, റോസ് മല, ഇങ്ങനെ 2-3 സ്ഥലമൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെത്തി വിട്ടത് ശെന്തുരുണിയിലും. പിന്നെ വന്നതുപോലെ തന്നെ പെട്ടെന്നൊക്കെ പോകേണ്ട അത്യാവശ്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് ശെന്തുരുണി. പക്ഷേ നമുക്ക് അവിടെ വേണ്ട കാഴ്ചകളും ഒരു യാത്രയ്ക്ക് വേണ്ട പൂർണ്ണതയും അവിടെ കിട്ടിയെന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ ബൈക്ക് റൈഡും കൂടെ ആയപ്പോൾ, ബൈക്ക് റൈഡല്ല കേട്ടോ, ബുള്ളറ്റ് റൈഡ്, അതൊരു രസം തന്നെയല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ വണ്ടിക്കാരും നമ്മുടെ വീഡിയോ കാണുന്നതല്ലേ, നമ്മൾ പോകുന്ന വണ്ടിയെപ്പറ്റി പറഞ്ഞെന്ന് മാത്രം. അങ്ങനെ ആ യാത്ര നേരെ ചെന്ന് നിന്നത് നമ്മുടെ തെന്മലയിലാണ് കേട്ടോ. തെന്മലയിൽ അവിടെ അത്യാവശ്യം കാഴ്ചകളും ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും തെന്മലയിൽ നമ്മൾ ചെന്ന സ്ഥലം വളരെ മനോഹരമായിരുന്നു. അതെ, ആ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ വണ്ടർ ഡേയ്സ്. അതെ, ഈ പാലം കയറി കഴിഞ്ഞാൽ നമ്മുടെ തെന്മല ഡാമെത്തി. തെന്മല ഡാമിലോട്ട് ഞങ്ങളങ്ങനെ പ്രവേശിച്ചില്ല. അവിടെ നിന്ന് നേരെ പോയത് ശെന്തുരുണിക്കാണ്. അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നേരിട്ട്, അതായത് ഈ ഡാമിൻ്റെ ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് പോവേണ്ടത്. നേരെ ഓപ്പോസിറ്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ശെന്തുരുണിക്ക് പോവേണ്ട ടിക്കറ്റ് കൗണ്ടർ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ആയിട്ടാണ് ആ സ്ഥലം. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് ആദ്യം എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ ശെന്തുരുണിക്ക് പോകാം. വാഹനമൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഹനം നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ടിക്കറ്റ് കൗണ്ടറിൽ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരാൻ വേണ്ടി ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. 3 പേർക്കുള്ള ടിക്കറ്റ് അങ്ങനെ ഒന്നിച്ചെടുത്തു. 266 രൂപ. 266 രൂപ കൊടുത്ത് ടിക്കറ്റും എടുത്ത് നേരെ ബസ്സിൽ കയറി നേരെ ശെന്തുരുണിക്കുള്ള യാത്രയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ജീപ്പ് സർവീസും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയിൽ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ, അതിന് മാത്രമുള്ള ദൂരമേ ഉള്ളൂ. റോഡും കുഴപ്പമില്ല. പക്ഷേ ഇത് എക്കോ ടൂറിസം ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു വാല്യൂ വയ്ക്കുന്നത് നല്ലത് തന്നെയല്ലേ. പിന്നെ എല്ലാവർക്കും അതിനോട് യോജിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. പക്ഷേ എന്നിരുന്നാലും ടിക്കറ്റ് എടുത്ത പൈസയ്ക്ക് നമുക്ക് അവിടെ മുതലാവും. ഒരു 3/4 മണിക്കൂർ സമയമാണ് അവർ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നേരെ ബസ്സിൽ നേരെ അവിടെ ചെന്ന് ശെന്തുരുണിയിലേക്ക് ഇറങ്ങുക. അവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം ആളുണ്ട്. നമുക്ക് നല്ലൊരു ദ്വീപ് പോലെ ഫീൽ ചെയ്യും കേട്ടോ. നല്ല വെയിലാണെങ്കിൽ തന്നെ സംഭവം സെറ്റാണ്. ചെറിയൊരു തണുത്ത കാറ്റും നല്ലൊരു വ്യൂ ആണ് അവിടെ നമുക്ക് കാണാനായിട്ടും ആസ്വദിക്കാനായിട്ടും പറ്റുന്നത്. ഒരു രക്ഷയുമില്ലാത്ത, അതായത് ഫ്രണ്ട്സായിട്ടായിരുന്നാലും ഫാമിലി ആയിട്ടായിരുന്നാലും, അതല്ല ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നിരുന്ന് ശോകമടിക്കാനായിട്ട് വരുന്നാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മുതലാവും. കാരണം ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഒരു രക്ഷയുമില്ലാത്ത വൈബ് എന്നൊക്കെ നമ്മൾ പറയില്ലേ,
പക്ഷേ എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ടേസ്റ്റിന് പോലെയിരിക്കും. എന്തായാലും പ്രകൃതിയെ സ്നേഹിക്കുന്ന പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ പ്ലാസ്റ്റിക്കും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ചെന്ന് നമ്മൾ വന്നപ്പോൾ തന്നെ ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അതിന് മാത്രമുള്ള പ്ലാസ്റ്റിക്കോ അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല. എന്തായിരുന്നാലും ഇവിടെ വരുന്നവരെത്തി അത്യാവശ്യം മനുഷ്യ സ്നേഹി എന്നല്ല പറയാൻ പറ്റുക, പ്രകൃതി സ്നേഹിയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നീറ്റാണ് കേട്ടോ ഇവിടെ. ഇങ്ങനൊരു വ്യൂ കാണുമ്പോൾ ധനുഷ്കോടി ഓർമ്മ വന്നവർ എത്ര പേരുണ്ടാവും? എനിക്ക് ആദ്യം അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. ആ ഒരു വ്യൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. പക്ഷെ നമ്മുടെ പയ്യന്മാരല്ലേ, വെച്ചിരിക്കുകയോ എറിഞ്ഞ് തള്ളിയിടും, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു ഫ്രീഡം കിട്ടിയ, സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയൊക്കെ എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ കൂടെ വന്ന ടീംസൊക്കെ എങ്ങനെയായിരുന്നു, കല്ലും പറക്കിക്കൊണ്ട് എറിയേക്കുമായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല. അവരവരുടെ ആക്ടിവിറ്റീസൊക്കെ പുറത്ത് വരുന്ന ടൈമായിരുന്നു അതൊക്കെ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കൂടെ ആടായി. അതെ, കൂട്ടുകാരായിരുന്നാലും ഫാമിലി ആയിരുന്നാലും എന്തൊക്കെ ആയിരുന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു നൈസ് വൈബ് നമുക്ക് തോന്നും. കാരണം നല്ല മൊട്ട വെയിലാണ്, നല്ല ചൂടാണെങ്കിലും സത്യം പറഞ്ഞാൽ നമുക്കത് തോന്നത്തില്ല കേട്ടോ. അത് ഇവിടെ നിന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ഉയരത്തിലൊക്കെ നല്ല ട്രക്കിങ്ങൊക്കെ പോകുമ്പോഴായിരുന്നാലും നല്ല മലമുകളിൽ ചെന്ന് കയറിയും വെയിൽ നല്ല കട്ടയ്ക്ക് അടിക്കും. എന്നാൽ പോലും നമുക്കൊരു യാത്രാ ക്ഷീണോ അതിൻ്റെ ഒരു തളർച്ചയോ ഒന്നും തോന്നത്തില്ല. നല്ല നൈസ് കാറ്റായിരിക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും. ഇവിടെ പിന്നെ ഈ ശെന്തുരുണിയുടെ ഈ കാഴ്ചകളും കൂടെ ആകുമ്പോൾ, ഈ ഒരു തണുപ്പ് കൂടെ ആകുമ്പോൾ പിന്നെ അതിൽ കൂടുതൽ എന്ത് വേണം? അതെ, ഇനി അല്പം ഒന്ന് ചൂട് കൂടിയെന്ന് വെച്ചോ, ഇതേപോലെ ആവാം. പിന്നെ ഇതിനൊക്കെയുള്ള പെർമിഷൻ ഇവിടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്തായിരുന്നാലും ചൂട് കൂടിയാലും ഇല്ലേലും ഇങ്ങനെ വന്നിരുന്നു, ഒരു സൈഡിൽ വന്നിരുന്ന് നൊസ്റ്റേക്ക് അടിച്ച് വേണം ഈ കാഴ്ചകളൊക്കെ കാണാനും. അതും ഒരു പ്രത്യേക രസമാണ്. കാരണം കുറച്ച് നേരം ഒറ്റയ്ക്കൊന്നും ഇരിക്കണമെന്നൊക്കെ തോന്നിയാൽ തന്നെ ഇവിടെ വന്ന് നമുക്ക് നൈസായിട്ടിരിക്കാമെന്നേ. അടിപൊളി കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ലൊരു യാത്രയ്ക്ക് വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോയൊരു ഫീൽ എന്തായിരുന്നാലും നമുക്ക് കിട്ടും. പിന്നെ കൂട്ടുകാരുടെ അടുത്ത് കൂടുമ്പോൾ ഇങ്ങനെ കുറച്ചധികം സന്തോഷങ്ങളും. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ട് തീരാറായി കേട്ടോ. നമ്മുടെ സമയം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പറഞ്ഞതുപോലെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരം കൂടെയൊക്കെ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളടുത്ത് നമുക്ക് പോകാനുള്ള ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് തിരികെ നടക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഒന്നുകൂടെ നമ്മുടെ ഫോണെടുത്ത് ക്യാമറയിൽ കുറച്ച് വിഷ്വൽസ് കൂടെ പകർത്തി തിരികെ നടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്നിന് തിരികെ നടന്നിരുന്നാലും അത്യാവശ്യം നല്ല വൈബുണ്ട് കേട്ടോ. ദേ കണ്ടില്ലേ, അടുത്ത ബസ്സിൽ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. അവരിത് ഇവിടെ ഒരു താരം ഇരിപ്പുണ്ട് കണ്ടില്ലേ, ഒരു കുരങ്ങൻ. ആശാൻ വേറെ ലെവലായിരുന്നു. എല്ലാ ക്രൗഡും കൂടെ ഇപ്പോൾ ആശാൻ മരത്തിൻ്റെ കൊണ്ടേ കയറി. അവിടെ നിന്നും ആൾക്കാരുടെ ക്യാമറയൊക്കെ കണ്ടപ്പോൾ പിന്നീട് എങ്ങോട്ടൊക്കെ പോയെന്നൊന്നും അറിയത്തില്ല. എന്നാലും മിക്ക സ്ഥലങ്ങളിൽ നമുക്ക് പോകുമ്പോൾ ആകെപ്പാട് ഫ്രീ ആയിട്ട് കാണാൻ കിട്ടുന്നത് ഈ ഒരു ആളിൻ്റെ മാത്രമല്ലേ. എന്തായിരുന്നാലും അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇനി അടുത്ത് തിരികെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അടിക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും മടിക്കണ്ട. അങ്ങനെ ശെന്തുരുണിക്ക് നമ്മുടെ ഓർമ്മകൾ ഒത്തിരി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഇവിടത്തേക്കുള്ള യാത്രയിലേക്ക് പിന്നെയും ഒരിക്കൽ കൂടി വരണമെന്ന് മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് നമ്മൾ തിരികെ പോവുകയാണ്. നമുക്ക് പോകാനുള്ള ബസ് എത്തിക്കഴിഞ്ഞു. ഇനി തിരിച്ചുള്ള യാത്ര. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് തീർച്ചയായും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.